ശാരദേ, എന്താ പറ്റിയ? വെള്ളം മോളെ, കുറച്ച് വെള്ളം എടുക്ക. അഖിലേ, ഞാൻ വരുന്നേ. വേദന. രമേശ, പോയി അച്ഛമ്മനെ വിളിച്ചോണ്ട് വാ. അച്ഛാ, മോളെ, അച്ഛാ. ഒന്ന് കൂടെ വരൂ. ഓ, മരുന്നുകൊണ്ട് മാത്രം ശരിയാവണമെന്നില്ല. മനസ്സിനുണ്ടാക്കിയ ആ വേർപാടാ പെട്ടെന്നുള്ള ഷോക്കിന് കാരണം. അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. ആരെങ്കിലും അടുത്തുണ്ടാവണം. ഭക്ഷണമോ വെള്ളമോ കഴിക്കാൻ അവർ മടിക്കും, പക്ഷെ അതിന് സമ്മതിക്കരുത്. എന്തെങ്കിലുമൊക്കെ ഇടപെട്ട് കൊടുക്കണം. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഞാൻ ഇറങ്ങട്ടെ. മോളെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും കരുതിയല്ലോ. ഇനി ചിലതൊക്കെ മറക്കണം. അച്ഛന്മാര് മറക്കാൻ പറ്റുമോ? ഇല്ല മോളെ, എല്ലാം ദൈവവിധിയാണെന്ന് കരുതി സമാധാനിക്കുക. ദുഃഖം ഉണ്ടാവും, വേദനയുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഇരുന്നാൽ നിന്റെ താഴെയുള്ളവരും കൂടി തളർന്നു പോകും. അത് പോട്ടെ, അവർക്കൊക്കെ ഇനി ധൈര്യം സമാധാനവും കൊടുക്കേണ്ടത് നീയാണ്. ഇനി നിന്നിലാണ് എല്ലാ വിശ്വാസവും. അച്ഛൻ ഇവിടെയൊക്കെ ഉണ്ടെന്ന് കരുതി സമാധാനിക്കുക. എന്റെ ചങ്ങാതി മാത്രമായിരുന്നില്ല ശേഖരേട്ടൻ, എന്റെ കൂടപ്പിറപ്പായിരുന്നു. ഇന്നലെ ഞാൻ സീ ഫുഡിലെ മാനേജറെയും എംഡിയെയും കണ്ടിരുന്നു. ശേഖരേട്ടന്റെ വേർപാടിലെ അവർക്ക് വളരെ പ്രയാസമുണ്ട്. അച്ഛന്റെ പേരിൽ കുറച്ച് പണം ഉടനെ കിട്ടും. ആ പണം വാങ്ങി മോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നടത്തണം. പിന്നെ അച്ഛന്റെ ജോലി അവർ മോക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്കത് ഈ സന്ദർഭത്തിൽ ഒരു ആശ്വാസമാവും. എനിക്കൊന്നും അറിയില്ല അച്ഛമ്മ. ഒക്കെ ശരിയാവും. മോള് ധൈര്യമായിട്ടിരിക്കേ. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. കരയാണ്ട് ചെന്ന് കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്ക്. ചെല്ലു മോളെ, ചെല്ല്.
ഒന്ന് ചവച്ചിറക്ക ചങ്ങാതി, അല്ലെങ്കിൽ ദഹിക്കാതെ കിടക്കും. ഇങ്ങനത്തെ 50 എണ്ണം ഒന്നിച്ച് പിരിഞ്ഞാൽ ഈ അയ്യപ്പന് ദഹിക്കും. നല്ല കപ്പാസിറ്റി ഉള്ള വിലയാ എന്റെ ഈ വയറിനകത്ത്. അളയും കാര്യം പറ. പാപി ചെല്ലുന്നടം പാതാളെന്ന് പറഞ്ഞല്ലേ കാര്യങ്ങള്. എന്തെങ്കിലും 4 ചക്രം കിട്ടുന്ന വിചാരിച്ച് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നതാ. അപ്പോഴല്ലേ കാലം വന്ന് അമ്മായിപ്പനെ പൊക്കിക്കൊണ്ട് പോയത്. ഓട്ടട മൂന്ത, ആ നക്കാപ്പിച്ച് കാശ് കിട്ടിയാ നമുക്ക് 4 ദിവസം മിനുങ്ങാൻ പറ്റില്ല. അയ്യപ്പനത് പറയരുത്. അയ്യപ്പനത് പറഞ്ഞാൽ അയ്യപ്പനാണ് സത്യ. അയ്യപ്പനെ ഞാൻ തല്ലും. അത് അയ്യപ്പൻ മനസ്സിലാക്കിക്കോ. എന്താ ഞാൻ പറഞ്ഞാലും വല്ല തെറ്റുണ്ടോ അയ്യപ്പ? നീ എന്റെ ചങ്ങാതിയാ. അപ്പൊ പിന്നെ എന്തും പറയാം, എന്തും ചെയ്യാം. അതിലെനിക്കൊരു സങ്കടം ഉണ്ടാവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കുടിക്കും. അത് നമ്മൾ അധ്വാനിച്ചിട്ടാ. അത് നമ്മുടെ കയ്യിലിരിക്കുന്ന കാശാ. അതിലാരെങ്കിലും എതിരെ നിന്നാലുണ്ടല്ലോ കൊല്ലും ഞാനവിടെ. അളിയ ചതിക്കരുത്. ഇത് വീട്ടിലേക്ക് പിള്ളേർക്കുള്ള കുറച്ച് ബേക്കറി സാധനങ്ങളാണ്. എത്ര ഫിറ്റായാലും ഞാൻ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എന്റെ പിള്ളേരുടെ മോന്ത കാണുമ്പോൾ എനിക്ക് അറിയാണ്ട് സങ്കടം വരും. പോലീസുകാർ ശവത്തിന് കാവല് നിൽക്കണ പോലെ എന്റെ ഭാര്യയും മക്കളും എന്നെ കാത്തിരിപ്പുണ്ടാവും. നമുക്ക് പോകാൻ മോന്ത. ഞാൻ എങ്ങോട്ട് പോവാൻ? എന്റെ ഭാര്യയും മക്കളും അവിടെയാ. എന്നൊരു പണി, ഇന്ന് എന്റെ വീട്ടിൽ കിടക്കാം. വേണ്ട, ശരിയാവില്ല. മുകന്തം കുടിച്ചാ ഒന്നെങ്കിൽ എന്റെ കൂരെ കിടക്കും, അല്ലെങ്കിൽ ഞാൻ ഫുട്പാത്തിൽ കിടക്കും. ഏതായാലും വീണടം വിഷ്ണു ലോക. നിനക്ക് അങ്ങനെ ആയിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്റെ മക്കളെയും കണ്ട് എന്റെ സുന്ദരിയായ ഭാര്യയുടെ വായിലിരിക്കുന്ന 4 ചീത്തയും കേട്ട് അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നാലും എനിക്ക് തൃപ്തിയാവും. എന്നാ വീട്ടിൽ ചെന്ന് ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടന്നോ. ഗുഡ് നൈറ്റ്. എനിക്ക് കുറച്ച് പണിയുണ്ട്, ഇതൊക്കെ ഒന്ന് തീർക്കണേ. മുട്ട വേണ്ട. അങ്ങോട്ട് പോട്ടെ. ഞാൻ ഇന്നലെ ടൗണിൽ വെച്ച് എന്റെ അച്ഛൻ്റെ ഓഫീസിലെ MD കണ്ടിരുന്നു. അച്ഛൻ്റെ വേക്കൻസി അവിടെ എപ്പോഴും ഒഴിഞ്ഞെടുക്കുക. മറ്റാരെങ്കിലും കയറി പറ്റുന്നതിന് മുമ്പ് മോള് പോയി ജോയിൻ ചെയ്യണം. അവരെപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ അവസ്ഥയില് മോൾ ആ ജോലിയിൽ പ്രവേശിക്കുന്നത് നല്ലതാണ്. എന്താ നീ ആലോചിക്കുന്നത്? അമ്മയുടെ ഈ അവസ്ഥയിൽ അതൊന്നും നീ ഇപ്പൊ ആലോചിക്കണ്ട. അമ്മയെ നോക്കാൻ തൽക്കാലം ബിന്ദു കുറച്ച് ദിവസം ഇവിടെ വന്ന് നിൽക്കട്ടെ. പിന്നെ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ. അച്ചുമാമന് പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ മോളിഷ്ടം പോലെ. ഞാൻ അമ്മയെ ഒന്ന് കാണട്ടെ. അഖിലേ, എന്താ മോളെ എടുത്തേ? ആ ഇരിക്കൂ. അഖില കമ്പ്യൂട്ടർ പഠിത്തം നിർത്തിയല്ലേ? അത് വേണ്ടായിരുന്നു. ഈ ജോലി എപ്പോ വേണമെങ്കിലും തുടങ്ങാമായിരുന്നല്ലോ. പഠിക്കാൻ പോയാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ കുഴയും സർ. ശേഖരേട്ടൻ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു. ആത്മാർത്ഥത കൊണ്ടും തൊഴിലിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നത് കൊണ്ടും എല്ലാവർക്കും അദ്ദേഹത്തെ ബഹുമാനമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം അഖിലയ്ക്ക് മനസ്സിലായോ? അഖിലയിൽ നിന്നും ഞാൻ അത് തന്നെ പ്രതീക്ഷിക്കുന്നു. ശരി. എന്താ സർ? സ്റ്റെല്ല, ഇത് അഖില നമ്മുടെ അക്കൗണ്ട് സെക്ഷനിൽ പുതുതായി ചാർജ് എടുക്കുന്നു. ശേഖരേട്ടന്റെ മകളാ. എനിക്കറിയാം സർ. എന്നാൽ അഖിലയുടെ സീറ്റ് കാണിച്ചു കൊടുക്കൂ. ഓക്കെ സർ, വരൂ. നമസ്കാരം. നമസ്കാരം. അമ്മയ്ക്ക് അസുഖം കുറവുണ്ടോ? ഉണ്ട്. ആ, വരൂ. ഇതാണ് അഖിലയുടെ സീറ്റ്. ഇരുന്നോളൂ. നമസ്കാരം മോളെ. നമസ്കാരം. അഖിലയ്ക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും രമണേട്ടനോട് പറഞ്ഞാൽ മതി. പക്ഷേ ഒരു കാര്യമുണ്ട്. സ്ട്രോങ് ചായ ചോദിച്ചാ ലൈറ്റ് ചായ രമണേട്ടൻ തരൂ. കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്താണ്. പെങ്ങളുടെ കല്യാണത്തോടൊപ്പം എന്റെ ഒന്നിച്ച് നടത്തണമെന്ന അച്ഛൻ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഞാനെന്ത് ചെയ്യും? ഇത്രയും നാൾ നിന്റെ പഠിത്തം കഴിയട്ടെന്ന് കരുതി. ഇപ്പോ അച്ഛനും വിഷ്ണുവേട്ടന് കുറച്ചുകൂടി കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ
എനിക്കിപ്പോ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. അറിയാലോ വീട്ടിലെ സ്ഥിതി. അറിയാം. എന്നിട്ടാണോ എന്നോട് തന്നെ ഇത് പറയണത്? അച്ഛന്റെ പേരിൽ കിട്ടിയ പണം ബാങ്കിൽ അടയ്ക്കാനോ ബിന്ദുവച്ചിക്ക് കൊടുക്കാനോ തികയത്തില്ല. അതിനിടയിൽ 3 എണ്ണം പഠിക്കാൻ പോകുന്നുണ്ട്. അച്ഛന്റെ മരണശേഷം അമ്മ എണീറ്റിരുന്നിട്ടില്ല. ആ ഭാരമൊക്കെ ഇപ്പൊ എന്റെ തലയില. ഞാൻ എന്ത് ചെയ്യണം പറയേ? എല്ലാം വിട്ടെറിഞ്ഞ് കൂടെ വരണോ? സ്നേഹിച്ചിട്ടുണ്ട് നിങ്ങളെ ഒരുപാട്. ഇപ്പോഴും അങ്ങനെ തന്നെയാ. പക്ഷേ ഈ നെഞ്ചില് ഇപ്പൊ പൊള്ളുന്ന തീയ. എന്നെ പ്രതീക്ഷിക്കേണ്ട വിഷ്ണുവേട്ട. ഞാൻ കാരണം വിഷ്ണുവേട്ടന്റെ ഭാവി നശിക്കണ്ട. ഈ അഖിലയുടെ യോഗം ഇങ്ങനെയൊക്കെയാണ്. നല്ലൊരു കുട്ടിയെ നോക്കി കല്യാണം കഴിച്ചോളൂ. നിന്റെ നാവുകൊണ്ട് തന്നെ ഇത് പറയണം. അല്ലാതെ ഞാൻ എന്ത് പറയണം? എന്ത് ചെയ്യണം? അഖിലേ, കുട്ടിക്കാലം മുതൽക്ക് നിന്നെ എന്റെ പെണ്ണായി നെഞ്ചിലേറ്റ് നടന്നവനാണ് ഈ വിഷ്ണു. കാരണം നിന്നോടൊപ്പം ജീവിക്കാൻ. അറിയാം നിന്റെ ഇന്നത്തെ ചുറ്റുപാടുകൾ. കാത്തിരിക്കാം. ചേച്ചി ചായ. ആശ ഉറങ്ങിയോ? അവളുറങ്ങി. മോളിൽ ചെന്ന് കിടന്നോ?